അപ്പൊ കണ്ണടക്കേ ഓക്കെ ഗയ്സ്, നമ്മൾ ഇന്ന് 1 രൂപ തൊട്ട് 1 ലക്ഷം രൂപ വരെയുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അബേ ഇങ്ങേ 500 രൂപയുടെ കുറച്ച് കെട്ട്, 100 രൂപയുടെ കുറച്ച് കെട്ട്, 10 രൂപയുടെ കുറച്ച് കെട്ട്, 1 രൂപയുടെ കുറച്ച് തുട്ടുകൾ. ഈ പൈസ എല്ലാം എങ്ങനെ ഒപ്പിച്ച്? ഗയ്സ്, നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ ആണ് ചെയ്യാൻ പോകുന്നത്. അബി ട്രയൽ ആണ്. നീ 10 സെക്കൻഡിൽ എത്ര 1 രൂപ നോട്ട് എണ്ണി എടുക്കുമെന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെയാണ് നീ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇത് ട്രയൽ. അബി നീ റെഡി ആണ്? റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 റുപ്പീസ് ഉണ്ട്. അപ്പൊ 22 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഗയ്സ്, അബിന്റെ കിട്ടിയത് 22 രൂപ. 22 രൂപയ്ക്ക് അബിന് വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ നോക്ക്. ബന്നും ബലൂണും 22 രൂപ കിട്ടിയുള്ളൂ ഗയ്സ്. അതുകൊണ്ട് നമുക്ക് തീപ്പെട്ടി മേടിക്കാൻ പറ്റിയില്ല. ആഘോഷിച്ചാലോ? ഓട്ട 1 രൂപ നഷ്ടം. 1 രൂപ നഷ്ടം. 2 രൂപ നഷ്ടം. എന്റെ ബർത്ത്ഡേ. 1 രൂപ ലാഭം ലാഭം ലാഭം. അങ്ങനെ കിട്ടിയ ബലൂൺ ഇത്ര തന്നെ, ബാക്കിയെല്ലാം ഓക്കേ, ഹാപ്പി ബർത്ത്ഡേ പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, ഇത് നിങ്ങൾക്കുള്ളയാ. അങ്ങനെ ഗൈസ്, അബിന്റെ ബർത്ത്ഡേ ഇവിടെ അവസാനിച്ചിരിക്കും. ഗൈസ്, എനിക്ക് അതിന് 22 വയസ്സാ. 22 വയസ്സായിട്ട് 22 എണ്ണി എടുത്ത്. കറക്റ്റ്. അടുത്ത ഗൈസ് 10ന്റെ ഒരു കെട്ട്. അപ്പൊ നിനക്ക് 30 സെക്കൻഡ് ടൈം ഉണ്ട്, അതിനുള്ളിൽ നീ എണ്ണണം. ഓക്കേ. ഇതിൽ നിറയെ നോട്ടുള്ളതുകൊണ്ട് നിനക്ക് ഒരാളെ കൂടെ എണ്ണാൻ വിളിക്കാം. അപ്പൊ 30 സെക്കൻഡ്. അവന് കഴിവുണ്ടാ. അവൻ അഭിയച്ചല്ല, നിന്നെ ആരടാ വിശ്വസിക്ക? അടിക്ക്. ഇത്ര എണ്ണ 30 സെക്കൻഡിൽ ഭാവി അതെല്ലാം എണ്ണണം, എത്ര എണ്ണം ഉണ്ടെന്ന്. അബിന് ഒരാളെ സെലക്ട് ചെയ്യായിരുന്നു, അവന് ഭാവിനെ സെലക്ട് ചെയ്ത്. ഒരു 10 എണ്ണമെങ്കിലും എണ്ണണേടാ. ഭാവി എങ്ങനെ എണ്ണു? 1 2 3 അങ്ങനെ 1 2 3 4 5 6 7 അങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് 1 അങ്ങനെ. അത് തന്നെ. റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 25. ബാബ 1 എത്തിയപ്പോ അഭിന് 8 എത്തിയേ. 1 8 എത്രയാണ് അണ്ണി? ബാബ ടോട്ടൽ എത്ര എണ്ണി? 35. ഗൈസ്, അങ്ങനെ ഞാൻ 75 എണ്ണി. മൊത്തം 100 നോട്ടുണ്ടായിരുന്നു. 22 വരെ എണ്ണി. അപ്പൊ 25 അതിനകത്തുണ്ട് കറക്റ്റ്. ഇവ മിസ്സാക്കി. 3 നോട്ട് എവിടെയോ മിസ്സാക്കി. പക്ഷേ $10. ഗൈസ്, അപ്പൊ എന്റെ 75 ഉണ്ട്, അവിടെ 25 ഉണ്ട്. 100 നോട്ടുണ്ട്. അതെനിക്ക് താങ്ക് യു. ഗൈസ്, എന്റെ ഇപ്പൊ 1000 രൂപയുണ്ട്. 1000 രൂപയ്ക്ക് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊക്കെല്ലാം പറ. ബാബിന് വൈബടിയാൻ ഗൈസ് ഗോകാർട്ട്. വളയ്ക്കാൻ പറ്റണില്ല. ഗൈസ്, ഇവിടെ 350 ആയുള്ളൂ. നമുക്ക് 650 ബാക്കിയുണ്ട്. 650 രൂപ. ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്ത് വേണം? മാമിക്ക് എന്ത് വേണം? എനിക്ക് വണ്ടി ഓടിക്കണം.
ഗൈസ് എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്റെ കൂടെ എല്ലാവർക്കും അൺലിമിറ്റഡ് ഫുഡ് വരി വരി. എനിക്ക് അഭി കുഴിമന്തി. കുഴിമന്തി ജ്യൂസ് മാത്രമേ ഉണ്ട് ഇവിടെ. എനിക്ക് കുഴിമന്തി. ഹന്നച്ചിക്ക് എന്ത് വേണം? ജ്യൂസ്. ഓക്കെ ഓക്കെ. നമുക്ക് ഹൈ ലെവൽ ആണോ? അവിടെ 350 രൂപ എടുത്ത് വാവയ്ക്ക് 150 രൂപ കാറിന് പോയിട്ട് 500 രൂപയേ ഉള്ളൂ. 5 ജ്യൂസ് ചായ പഴംപൊരി എന്താണ്? അതാണ് അൺലിമിറ്റഡ്. സ്നാക്സ് ഒന്നുമില്ല, സ്നാക്സ് ഒന്നുമില്ല. ഇന്നെല്ലാം രംഗാണ് എന്റെ ചിലവ്. വാ. ഗൈസ് ഇപ്പം നമ്മൾ 1 രൂപയും 10 രൂപയും മാത്രമേ കളിച്ചുള്ളൂ. അതേപോലെ ചെറിയ കളികൾ. ഇനിയാണ് നമ്മൾ മെയിൻ കളികളാവാൻ പോകുന്നത്. 100 രൂപയുടെ നോട്ട്. തുടങ്ങിയാലാ? അടുത്ത് 100ന്റെ ഒരു കെട്ട്. അപ്പൊ നിനക്ക് 30 സെക്കൻഡ് വീണ്ടും ടൈം ഉണ്ട്. എണ്ണി തുടങ്ങിക്കോ. ഓക്കെ ഓക്കെ. ഇതിന് കൂടെ സ്മിത്ത് ആക്ച്വലി ഞങ്ങൾ തരത്തില്ല. ഇതിൽ ഓഫർ ഇല്ല. ഓക്കെ ഗൈസ് എന്റെ ആയുധം എടുക്കട്ടെ. ഇത് ആയുധം. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 40 60 61 62 63 64 65 66 67 71 22 23 24 25 26 27 മറന്നുപോയി. അങ്ങനെ ഞാൻ 77 ഉണ്ട്. ബാക്കി 7700 രൂപ എണ്ണി. 7700 ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ പോകണം. നമ്മൾ ഇനി ലോക്കൽ കളികളൊന്നും ഇല്ല. 7700 രൂപ. ഇനി വലിയ വലിയ നോട്ടുകളല്ലേ എണ്ണാൻ പോകുന്നു. അപ്പം ഈ ലുക്ക് വേണ്ട, നമുക്ക് ഇച്ചിരി റിച്ച് ലുക്ക് ആവാം. അബിന്റെ ഗെറ്റപ്പ് മാറ്റാം ഗൈസ്. നമുക്ക് ഷർട്ട് എടുക്കണോ ടീഷർട്ട് എടുക്കണോ? ഷർട്ട്. ഗൈസ് അങ്ങനെ ഞാൻ ഈ ഷർട്ടും ഈ ഷൂസും എടുത്ത് ഇതിട്ടിട്ട് അവന് സ്റ്റൈൽ ചെയ്തിട്ട് പോരും ഗൈസ്. ഇത് കണക്കിലില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം ഇട്ട് നോക്കി എനിക്ക് ഒന്നും ചേരുന്നില്ല. അത് ഞാൻ എടുക്കുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തു. എന്റെ ബർത്ത്ഡേ ആണോ ഇവന്റെ ബർത്ത്ഡേ ആണോ എന്ന് അറിയത്തില്ല. ഒരു ഷൂ എടുത്ത് അവഞ്ചേഴ്സിന്റെ ഷൂ. വാവയുടെ ആഗ്രഹമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇല്ലേ വാവേ? അതുകൊണ്ട് കയ്യിൽ നിന്ന് 2500 രൂപ പോയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് കഴിഞ്ഞ് കറക്റ്റ് ബഡ്ജറ്റിൽ കറക്റ്റ് ആയിട്ട് ഡ്രസ്സ് എടുത്ത് സെറ്റായി. ഇനി അതിന്റെ ആ ഒരു ലുക്ക് നമുക്ക് കാണാം. നിനക്ക് വാങ്ങിച്ചത് നീ സ്വന്തമായിട്ട് ഇടണോ? ഇവിടെ ഇത്രയും സമയം ഞാൻ ഇട്ട് കുത്തി കൊടുത്തിട്ട് അവ ഇട്ടില്ല. അവനായിട്ട് സ്വന്തമായിട്ട് ഇട്ടപ്പോ നേരെ നിക്കണം. ഈ സാധനം വലിക്കണം. ഈ സാധനം വലിക്കണം. അപ്പൊ തന്നെ ഇടാൻ പറ്റും. ഒരു ഡ്രസ് മാറ്റാൻ പോയി. ഇതുവരെയ്ക്ക് അവരെ കണ്ടില്ല. കൊള്ളാം. ഗൈസ് ഞാൻ നേരത്തെ റിച്ച് ലുക്ക് ആയിരുന്നു. ഇപ്പൊ ഇച്ചിരി കൂടെ അൾട്രാ റിച്ച് ആയെന്നേ ഉള്ളൂ. ആരെടുത്ത് കൊടുത്ത ഷർട്ട് ആരും ചേച്ചി സെലക്ട് ചെയ്ത് കൊടുത്തത്. നേരത്തെ ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ വൈബുണ്ട്. ഇപ്പൊ ഫുള്ള് ഒരു എന്താ പറയാ, നേരത്തെ അവരിട്ടിരുന്ന ചെരുപ്പ് നിങ്ങൾ കാണണമായിരുന്നു. പ്യൂമ. അടുത്ത അതിന്റെ ഫൈനൽ സാധനം 500 രൂപയുടെ ഒരു വലിയ കെട്ട് നോട്ട്. ഞാൻ ഇതിനാണ് കാത്തിരുന്നത്. ഇതില്ലേ നേരത്തെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇത് നിറയെ ഉണ്ട്. നേരത്തെ വെറി പൂണ്ട് ഉണ്ട്. ഇപ്പൊ അൾട്രാ വെറി പൂണ്ട് ഉണ്ട്. ഓക്കെ, ഇത് കുറെ ഉള്ളതുകൊണ്ട് അബിന് നമ്മൾ 30 സെക്കൻഡ്സ് മാറ്റിയിട്ട് 1 മിനിറ്റ് കൊടുക്കുന്നു. 1 മിനിറ്റാ? അബി ഇതിന് സമയം നിനക്ക് 45 മിനിറ്റ്. പക്ഷെ നിനക്ക് 45 മിനിറ്റ് 45 സെക്കൻഡ്. പക്ഷെ നിനക്ക് ഒരു സാധനം ഉണ്ട്. നിനക്ക് ആരെങ്കിലും ഒരാളെ കൂടെ എടുക്കാം. ഓക്കെ. അയ്യോ എനിക്കിപ്പോ എന്നെ സ്ട്രെസ് ആവുമല്ലോ. 45 സെക്കൻഡ്. 45 സെക്കൻഡ്. 1 2 3 4 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60
62, 63, 64, 65, 66, 67, 71, 72, 73, 74, 75, 76, 77, 78, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 100, 102, 3, 103. നാപ്പത്തൊന്ന് സെക്കൻഡിൽ സാധനം തീർന്നു. എനിക്ക് 103 നോട്ട്. 103 നോട്ടാണെങ്കിൽ 51,500. എന്റെ 51 നോട്ട് 51,500. 96 97 നോട്ടായിരിക്കും. 97 നോട്ട്. എന്റെ 53 97 103 97 200 കറക്റ്റ്. 1,00,000 103 97 200 204 103 103 അപ്പൊ കറക്റ്റ് 200. അപ്പൊ 1,00,000 നോട്ട്. പക്ഷെ 45 സെക്കൻഡ് അല്ല, 41 സെക്കൻഡിലാണ് നമ്മൾ എണ്ണി എടുത്തത്. ഭയങ്കര സ്ട്രെസ് ഇത് അമ്മ. ഈ നെയിൽസ് കൊണ്ട് എണ്ണാൻ പറ്റുന്നില്ല. ഗൈസ്, എനിക്ക് 1,00,000 രൂപ കിട്ടി. എക്സൈറ്റ്മെന്റ് ആയിട്ട് പീക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 1,00,000 രൂപ ഒറ്റ രാത്രി. കൺസിഡർ ചെയ്യണം. മാറിയില്ല. 1,00,000 രൂപ ഒറ്റ രാത്രി. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തീർക്കണം. രാത്രി എന്ത് ചെയ്യണം പറ്റും? 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലോ? 5 സ്റ്റാർ ഹോട്ടലിൽ പോയി അവിടുത്തെ എല്ലാ റൂമും എടുത്തല്ല. അത് വേണ്ട, അത് തെറ്റ്. വിശക്കുന്ന പറഞ്ഞാലോ 10,000 പിസ്സ. എവിടത്തെ പിസ്സ വേണം? 5 സ്റ്റാർ ഹോട്ടലിലെ പിസ്സ വേണോ? നിങ്ങൾക്ക് എന്ത് വേണം? ഷവായ്, ചിക്കൻ, മന്തി, എല്ലാവർക്കും എന്ത് വേണം? ഗൈസ്, ലീലയിൽ പോവാം. ലീലയിലാണ് ഡിന്നർ ഏറ്റവും കോസ്റ്റ്ലി ട്രിവാൻഡ്രത്ത്. അവിടെ പോവാം. 10,000 5,000 എന്റെ ചെലവ്. അടിച്ചു കയറി വാ എല്ലാവരും. ഗൈസ്, നമ്മൾ 6 പേരുണ്ട്. നമ്മൾ ലീലയിൽ വിളിച്ചു വെച്ച നമുക്ക് പെർ ഹെഡ് 16,000 17,000 വരും. 20,000 ഇട്. 20,000 തീർട്ട് ബാക്കി നമ്മുടെ 80,000 ഉണ്ട്. 80,000 ഇന്ന് രാത്രി എങ്ങനെ തീർക്കാനേ? ഒരു കാർ ബുക്ക് ചെയ്താലാ? കൊച്ചി പോയിട്ട് വന്നാലാ? ഗൈസ്, എന്റെ ബർത്ത്ഡേ ആയിട്ട് ജോഷന്റെ ബർത്ത്ഡേ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നല്ല. എന്റെ ബർത്ത്ഡേക്ക് ആനിമോൾക്ക് എന്ത് വേണം? നിന്റെ ബർത്ത്ഡേക്ക് എനിക്കും തരണേ. എനിക്കൊരു മൊബൈൽ വേണം. മൊബൈലാ? അത് 80,000 ഉള്ളൂ. അത് ബാക്കി കയ്യിൽ നിന്ന് ഞാൻ ഇടേണ്ടി വരും. ഓക്കെ, എനിക്ക് തോന്നുന്നു 82 ആണെന്ന് തോന്നുന്നു. 2,000 ഞാൻ കൂടുതൽ ഇട്ടുതരാം. വാ. ഇഷ്ടപ്പെട്ട ലാവൻഡർ? ദിസ് ഈസ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്. സന്തോഷമായ നിനക്ക്? ഇതുവരെ വാങ്ങിച്ചില്ലല്ലോ. പക്ഷേ അനി വിചാരിച്ച അനി പെട്ടെന്ന് ഫോൺ കിട്ടുമ്പോ? ഇല്ല, എന്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആനിക്ക് തന്നെ അത് കൊടുത്താലോ എന്നുണ്ടായിരുന്നു. എന്തായാലും ആനിക്ക് കൊടുക്കാൻ ഞാൻ അന്നേ വിചാരിച്ചു. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വച്ചിരുന്നോളി അനിയോളാ. നിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്ത് തരുവോന്നൊന്ന് ഡീലി ഒക്കെ ഇരുന്നെങ്കിൽ സന്തോഷമായില്ല. പെട്ടെന്ന് പേ ചെയ്യ്. നമുക്ക് പോണ്ടേ, ഡിന്നർ കഴിക്കാൻ പോണ്ടേ? ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ലാവൻഡർ ഉണ്ട്. വൈറ്റ്. ഗൈസ്, ബാവയ്ക്ക് ഈ ഫോണാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം +2 കഴിഞ്ഞിട്ടാണ് ഫോൺ കിട്ടിയത്. സോ 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഫോൺ കിട്ടിയത്. അതുകൊണ്ട് അവനും ബാവയ്ക്ക് ഇനി 11 വർഷമുണ്ട്. ഇന്ത്യയുടെ കളി കിടക്കുന്നു ഗൈസ്. ബാവയ്ക്ക് ഇനി 11 വർഷമുണ്ട് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 11 വർഷം വെയിറ്റ് ചെയ്യണം നീ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ലക്കാണ്. നമ്മളൊക്കെ ഫോൺ കിട്ടി തുടങ്ങണ്ട. ഇപ്പോഴത്തെ പിള്ളേരുടെ വീട്ടിലേക്ക് തന്നെ ഫോണുണ്ട്, യൂട്യൂബ്, TV എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് നോളജും പിള്ളേർക്ക് കിട്ടുന്നുണ്ട് നമ്മളെക്കാട്ടിലും. നമ്മൾ വിചാരിക്കും കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന്റെ അവർക്ക് പ്രശ്നം എന്താ പറ്റും. പക്ഷെ അത് അവർക്ക് നോളജ് പ്രശ്നമുണ്ട്. പക്ഷെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ എല്ലാം പക്ക അല്ലേ വാവേ? കണ്ട അവൻ ചെക്ക് ചെയ്യുന്നു ഫോൺ നല്ലതാണോ എന്ന്. വാവ കുറെ സമയത്ത് പറയാ ഞാൻ അൺബോക്സ് ചെയ്യാം. വലിയേ ശരി തന്നെ. എല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചിരിക്കുന്നു. ലാസ്റ്റ് ബോക്സ് ആയി. ഓണാക്കിട്ട് സെറ്റ് ചെയ്യുന്നു മാനുവല്. അങ്ങനെ നമ്മൾ താജ് ടീയിലാണ് വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ട്രിവാൻഡ്രത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ഡിന്നറാണ് ഇത്. ഇവിടുത്തെ വ്യൂ കടലാണ് ഗൈസ്. കോവളം തന്നെ ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ബെസ്റ്റാണ്. ഇവിടെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നേ.
നല്ല വിശപ്പ്. വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നല്ല ടയേർഡായി. ഇത്ര സമയമായി, എന്തായാലും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കണ്ടേ. പിസ ഉണ്ടോ? പിശയോ? ഇവനോട്ട് ഒരു പിശയുണ്ട്. എൻ്റെ അമ്മോ, നമ്മുടെ അവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കമ്പയർ ചെയ്യില്ല ഒരിക്കലും. ഒരു പൊറോട്ട 120 രൂപ, ഒരു ബിരിയാണി 1500 രൂപ. പൈസ 2 സാധനം വാങ്ങുമ്പോൾ തന്നെ പൈസ തീരുമെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് ഭയങ്കര പ്രൈസ് ആയിട്ടാണ് തോന്നുന്നത്. ഞാനൊക്കെ പാവപ്പെട്ടവനാ. 50 രൂപയ്ക്ക് കഴിച്ചാൽ ഉണ്ട്, 50-100 രൂപയ്ക്ക്. അതിൻ്റെ 10 ഇരട്ടി ഉണ്ട് ഇവിടെ. ഗൈസ്, അവരെ നോക്കുമ്പോൾ റിച്ച് ആയിട്ട് വന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി ലക്ഷറി ആയിട്ടൊക്കെ ഇരിക്കാം. കയ്യിൽ 5 പൈസ ഇല്ല നാളത്തോടെ. അങ്ങനെ 2000 രൂപയുടെ പിസ്സ കഴിക്കാം. ഒരു ബൈറ്റ് നമ്മൾ താഴെ ഇടല്ലേ, ഓരോ ബൈറ്റിന് 150 ഉണ്ട്. നല്ല ടേസ്റ്റി പിസ്സ ഇല്ലേ ബാബേ? നമുക്ക് ഒരു സ്ലൈസ് തീർത്തോ? ഞാൻ ഇത്രയും കൂടെ തിന്നി. ഞാൻ ഒന്നാമത്തതുപോലെ ഇവിടെ തിന്ന് തീർന്നില്ല. ബാബേ നോക്കൂ, അത് രണ്ടാമത്തെ തിന്നു. ബിരിയാണി പറഞ്ഞു, അത് നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നല്ല കോസ്റ്റ്ലി ഉള്ള ബിരിയാണി, മട്ടൻ ബിരിയാണി. ബിരിയാണി കേട്ടോ, ഒരുതരം ബിരിയാണി, ഒരു രക്ഷയില്ല. ബിരിയാണി ഒന്നും ലഭിച്ചുണ്ട്. നല്ല പൊറോട്ടയും ഫിഷ് കറിയും തേങ്ങാക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഗൈസ്, ബാവ ചെയറിലിരുന്ന് ഉറങ്ങി. ഇപ്പോഴും ഉറക്കത്തില്ല. ഇറങ്ങി നടക്ക്. നടക്ക്. പഴയ പോലെ ഇല്ല, പഴയ വളർന്ന് വെയിറ്റ് ആയിട്ട്. ആ പുതിയ ഷൂട്ടിട്ട് ഇപ്പൊ നടക്കും. ആ നടക്ക്, പുതിയ ഷൂട്ടിട്ട്. ഗൈസ്, ഇപ്പോൾ എന്തിനെന്നറിയാമോ എനിക്ക് ഫോൺ വാങ്ങാനുള്ള കാരണം? ഗൈസ്, നോർമലി ബർത്ത്ഡേക്ക് വരുമ്പോഴാണ് ഞങ്ങൾക്ക് പുതിയ ഫോൺ കിട്ടുന്നത്. ലാസ്റ്റ് ബർത്ത്ഡേ നിനക്ക് എപ്പോഴാണ് ഫോൺ കിട്ടിയത്? 3 കൊല്ലം മുന്നേ. 3 കൊല്ലം മുന്നേ ആണെങ്കിൽ എന്റെ ഫോണിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്. ഫുള്ളി പൊട്ടലൊക്കെയാണ്. പൊട്ടല് മാത്രമല്ല, ഉള്ളിലെല്ലാം 6 മില്യൺ യൂട്യൂബറുടെ ഫോൺ കണ്ടു ഗൈസ്. ഞാൻ ചില സമയത്തില്ലേ കോളേജിൽ പോയി വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ലേ ഫോൺ കാരണം. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് പുതിയ ഫോൺ എടുക്കാന്ന് പറഞ്ഞത്. എനിക്ക് ആക്ച്വലി ഒരു ഫോൺ ഉണ്ട് ഗൈസ്. എനിക്ക് കഴിഞ്ഞ വർഷം മേടിച്ചൊരു ഫോണുണ്ട്, പക്ഷെ അത് കടലിൽ. അതൊക്കെ ഒരു വിഷയമില്ല ഗൈസ്. അത് നമ്മൾ ഫോൺ എടുക്കാനുള്ള കാരണം ഗൈസ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കുറേ വിഷസ് വന്നു ഗൈസ്. എല്ലാവർക്കും വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ് ഇത്രയും വിഷ് വരുമെന്ന്. അത്ര അധികം എനിക്ക് വിഷ് വന്നു ഗൈസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ എന്തിനാണെന്നറിയാം എനിക്ക് ഫോൺ മേടിച്ചു കൊടുത്ത. എനിക്ക് ഈ 17 മേടിച്ചു കൊടുത്താൽ എനിക്ക് പുതിയ 17 Pro എടുക്കാം. ഞാൻ 17 Pro എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഹൈഡ് ആൻഡ് സിക്കിന് വേണ്ടിയിട്ട് ഒരു 17 Pro മേടിച്ചില്ല നേരത്തെ, ഒരു ഓറഞ്ച് കളർ. അത് വീട്ടിൽ വെറുതെ വീഡിയോ എടുക്കാണ്ടി വെച്ചേക്കും. അപ്പോൾ ഞാൻ വെച്ച് ഈ 17 എനിക്ക് എടുത്തിട്ട് ആ 17 Pro ഞാൻ എടുക്കാതെ. നിലവിൽ ഞാനിപ്പോൾ 12 ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ 16 Pro ഇല്ല, എൻ്റെ 16 Pro കടലിൽ വീഴുന്നു. അത് ആക്ച്വലി നമ്മൾ ശരിയാക്കി 40,000 രൂപ കൊടുത്ത് ശരിയാക്കി. അത് വീട്ടിൽ അടിച്ചു പോയി ഗൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 12 ആണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ഫോൺ മാറ്റാനുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ബർത്ത്ഡേയുടെ മാറ്റി. എനിക്കത് മേടിച്ച് വെച്ചാൽ ഞാൻ മറ്റേ എക്സ്ചേഞ്ച് ചെയ്തു. അത്രയേ ഉള്ളൂ.